ആയിക്കൊള്ളട്ടെ. എന്തായാലും ഇതിന് വേണ്ടിയിട്ട് ഒരു പെയിൻറ്റാ അതല്ലെങ്കിൽ വാട്ടർ കളറാ നിങ്ങളുടെ ഇഷ്ടം ഇതെന്തായാലും വേണം. കാരണം ഈ ട്രൈപോഡ് നല്ല മനോഹരമായി ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് വേണം. പിന്നെ റബ്ബർ, ഈ പെൻസിലൊക്കെ ഉപയോഗിക്കുമ്പോഴേ നല്ല രീതിയിൽ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റി വീണ്ടും വരയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? റബ്ബറിൻ്റെ സഹായം വേണം. വരയ്ക്കാനല്ല, ഈ പെൻസിലിൻ്റെ വരകൾ തെറ്റിപ്പോവുമല്ലോ. അപ്പോൾ തെറ്റിപ്പോകുന്ന ആ ഒരു വരകൾ മായ്ക്കാൻ വേണ്ടിയിട്ടാണ് റബ്ബർ. പിന്നെ ഗെയ്സ് എന്ത് വേണം? 2 കാര്യങ്ങൾ വേണം ഇനി. പിന്നെ 2 കാര്യങ്ങളല്ല, 3 കാര്യങ്ങൾ. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഫെവിക്കോൾ വേണം, കത്രിക വേണം, പെൻസിൽ വേണം, പിന്നെ റബ്ബർ വേണം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് മെയിനായിട്ട് അത് 3 കാര്യങ്ങൾ. നിങ്ങൾ ഇങ്ങനെ വെട്ടിലും വരക്കലൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യണത് തറയിലല്ലേ? ഈ വെട്ടിലും വരക്കലും ഒട്ടിക്കലൊക്കെ തറയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര ഒരു സുഖമായിട്ടുള്ള പരിപാടിയില്ല. കാരണം നമ്മുടെ വീടിൻ്റെ തറ എന്ന് പറയുമ്പോൾ ഒരു മനോഹരമാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഈ വെട്ടിലും മുറിക്കലും ഒക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ ഒട്ടിക്കുന്നതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ തറയിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. അതത്ര സുഖമുള്ള കാര്യം അല്ല. നിങ്ങളുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടാവും, ബുദ്ധി പോലും ഇല്ലാത്ത കുട്ടികൾ, വളർച്ച പോലും ഇല്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് അറിയില്ല. അവർ ഈ തറയിലേക്ക് നക്കും, പിന്നെ തിന്നും. അപ്പോൾ എന്തെങ്കിലും അവർ ഈ തറയിലൊക്കെ കിടക്കാൻ കണ്ടിട്ട് അതവർ കഴിക്കും. കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പം മരണപ്പെടാൻ സാധ്യത കൂടുതൽ ഉണ്ട്. അപ്പോൾ ഇത്രയും സന്ദർഭങ്ങളൊക്കെ എത്തിപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണം? നിങ്ങൾ കാർബോർഡ് ഷീറ്റ് ഉപയോഗിക്കണം. നമ്മളൊക്കെ എക്സാം എഴുതാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചട്ടിയിൽ ആ ഒരു ചട്ട വേണം. അത് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ